നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ സമയത്ത് വിളിക്കരുതെന്ന്? സ്റ്റഡി ടൈമാണ്. സ്കൂളല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയാണ് മോളെ ജീവിതം ആരംഭിക്കുന്നത്. എൻട്രൻസ് എഴുതണ്ടേ, മെറിറ്റിൽ അഡ്മിഷൻ വേണ്ടേ? അപ്പോൾ പേടിക്കണം. എന്തിനാടി ഡിഗ്രിക്കൊക്കെ പോയി സമയം കളയുന്നത്? നീ എൻട്രൻസ് എഴുത്, കിട്ടിയാൽ നല്ല വിലയായിരിക്കും എല്ലാവരുടെ അടുത്തും. എടാ വേണോ? ഇത്ര എത്തിച്ചു വെച്ചിട്ട് വേണോന്നാ? ഞാൻ വല്ലതും വിളിച്ച് പറയട്ടെ? എടാ വിളിക്കടാ അങ്ങോട്ട്. ഞാൻ വിളിച്ചിട്ട് എന്ത് പറയാനാ? നിന്റെ ടോക്ക് ടൈം കാലാവധി തീരാറായിക്കാണ്. മോള് വേഗം റീചാർജ് ചെയ്തോടാ. ഇവിടെ നിനക്കുള്ള കാര്യം തുറന്ന് പറയണ്ടേ? അത് വേണം. എന്നാ വിളിക്കടാ. എന്നാ ബോസ് പറഞ്ഞ പോലെ അവളെ കാണാനുള്ള നേരിട്ട് കാണാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വിളിച്ച് പറ. അങ്ങനെ വിളിച്ചവള് വരുമോ? അത് വിളിച്ച് ചോദിച്ചാലേ അറിയുള്ളൂ. ഞാൻ ഇപ്പോൾ വിളിച്ചിട്ട് എന്ത് പറയാനാ? എൻ്റെ പൊന്നു മോനെ, എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കണേന്ന്. അവളെ പ്രേമിക്കണത് ഞാനാണോ നീയാണോ? ഞാൻ വല്ലതും വളച്ചാൽ മതിയായിരുന്നു. ഒരുമാതിരി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. നിനക്ക് തിളക്കണ്ടല്ലേ? ഇതിന്റെ പതിച്ച് ഒരത്തിളപ്പോയല്ലേ വിളിച്ച് കാര്യം പറയാൻ. എന്നാലും ഈ വേറെ ഒന്നും പറയണ്ട, ധൈര്യമായിട്ട് ചോദിച്ചോ. ഡാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നാളെ വിളിച്ചാൽ മതി എന്ന് വെച്ച് വേറെ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോ. അതൊന്നുമല്ല, ഞാൻ അവളെ കാണണമെന്ന് പറയുമ്പോൾ അവൾ കാരണം ചോദിക്കില്ലേ? അപ്പോൾ ഞാൻ എന്ത് പറയും? അവിടെയാണ് നിന്റെ ബുദ്ധി പ്രവർത്തിക്കേണ്ടത്. ചുമ്മാ തട്ടിക്കൂട്ട് കാരണങ്ങൾ പറഞ്ഞാൽ അവളെ വീഴ്ത്താൻ സ്വാഭാവികമായിട്ടും സാധിക്കില്ല. അതിനാൽ കുറച്ച് ജനറൽ റീസൺ പറയേണ്ട വരും. ഉദാഹരണത്തിന് റിസൾട്ട് വന്നിരുന്നെങ്കിൽ TC വാങ്ങാനാന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് വിളിപ്പിച്ചാന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യാറ്. അല്ലെങ്കിൽ നല്ല ഉയർന്ന മാർക്ക് വാങ്ങിച്ചെന്നും പറഞ്ഞ് സ്കൂളിൽ ഒരു ആദരവ് ചടങ്ങ് നടത്തുമെന്നും പറഞ്ഞ് വിളിക്കായിരുന്നു. ഇതിപ്പോൾ റിസൾട്ട് വരാത്ത സ്ഥിതിക്ക് വേറെ വഴി നോക്കേണ്ട വരും. അവൾ എൻട്രൻസിന് പഠിക്കുന്ന കേട്ടെ, അതുകൊണ്ട് നമുക്കെന്തെങ്കിലും ബെസ്റ്റ് അത് മതി. ഫ്രീ എൻട്രൻസ് കോച്ചിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് സംസാരിക്കുകയാണെന്ന് പറഞ്ഞാൽ പോരെ? നീ അതി കയറി പിടിക്കടാ, നീ വിളിക്ക്. എൻഗേജ്. ഇവിടെ ഇത്ര ഏറെയായിട്ട് എനിക്കൊന്നും തീരെ ശരിയായിട്ട് തോന്നല. ഇവിടെ നീ എന്താണ് വിചാരിച്ചു കൂട്ടണത്? ഈ ഫോൺ എന്ന് പറഞ്ഞ സാധനം വിളിക്കാൻ വേണ്ടിയിട്ടേക്കാണ്. അതിൽ പലരും വിളിക്കും. എടാ നീ സമയം എത്രയും നോക്ക്. എന്താണ്? എടാ നീ കണ്ണൂർ നോക്കി 8 മണിയായിന്ന്. അതിനാ 8 മണി കഴിഞ്ഞിട്ട് ഇവിടെ ആരോ വിളിച്ചോണ്ടിരിക്കണേ? എടാ നീ അവളെ വിട്ടേക്കട്ടാ, അതാണ് നല്ലത്. എടാ നീ വിഷമിക്കണ്ട, ഞാൻ അവളെ സ്വഭാവത്തിനെ പറ്റി ഒന്നുമല്ല പറഞ്ഞത്. അത് ഞാൻ മാറ്റിയെടുത്തോളാം. നിന്റെ സ്വഭാവത്തിനെ കുറിച്ചല്ല പറഞ്ഞത്. ആ പാവം കൊച്ച് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാണ്. അവിടെ നമുക്കിട്ട് ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ലട്ടാ. നീ എന്ത് ടോക്സിക്കാടാ? ഞാനാ ടോക്സിക്കാ? നിനക്ക് തോന്നിയതായിരിക്കും. പിന്നെ നീ കാണിച്ചു വിട്ടേ. പിന്നെ നീ എന്താ പറയണ്ടേ? നീ ടോക്സിക്ക് മാത്രമല്ല സൈക്കോ ആണെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിനക്ക് വൈകി. നിന്റെ ഒപ്പം നടന്നാൽ എനിക്കും വയ്യാണ്ടായി. വേണ്ട ഇരിക്കണ്ട, ആരെ നിർബന്ധിച്ച്? വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോണ്. പിന്നെ മേലാൽ അവളുടെ കാര്യം പറഞ്ഞ് വിളിച്ചു പോരുത്, കേട്ടല്ലേ? അപ്പൊ നീ പോകാൻ തീരുമാനിച്ചു അല്ലേ? ഉറപ്പാണല്ല? എൻ്റെ പേര് പീറ്റർ ആണെങ്കിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തതാണ്. ഉറപ്പാണല്ലോ അല്ലേ? അതേന്ന്. അപ്പൊ നിനക്ക് കൂടി ഓർഡർ ചെയ്ത ആ കുബൂസ് കബാബും ആ വിശാഖിനെയും കൂടി കൂട്ടി വിളിച്ച് കഴിക്കുക അല്ലേ? എന്ത് ഓർഡർ ചെയ്തെന്ന് പറഞ്ഞു? കുബൂസും കബാബും. നീ എന്തിനാ കട്ടാക്കി? ഞാൻ ഒറ്റ കഴിക്കാനാ. ഞാൻ അവിടെ ഉള്ളപ്പോൾ ഒരു തുണ്ടാഹാരം പോലും വേസ്റ്റ് ആക്കൂല. ഫുഡിനെ അപമാനിക്കാൻ ഞാൻ പഠിച്ചുള്ള. ഇപ്പൊ നീ പോണില്ലേ? ഇവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാണ്. ഫുഡ് വരട്ടെ, ഞാൻ മൂത്രമൊഴിച്ച് ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ബാക്കി എന്ത് ചെയ്യണമെന്ന്.